ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി ത്രെഡ്സുകളാണ്. നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ത്രെഡ്സുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അല്ലെ, ഒരുപാട് വൈറസ്, അതുപോലെ മാൽവെയർ ഡിറ്റക്ഷൻസ്, ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടാറുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സെക്യൂരിറ്റി ത്രെഡ്സുകൾ എന്നുള്ളത് ആദ്യം നോക്കാം. ഐഡൻറ്റിറ്റി തെഫ്റ്റ്, സ്പാം, കുക്കീസ്, ആഡ്വെയർ, സ്പൈവെയർ, മാൽവെയർ, ഫിഷിംഗ്, ഇൻ്റർനെറ്റ് ഹാവോക്സ്, ഹാക്കിംഗ്, ട്രോജൻ ഹോഴ്സസ്. ഇത്രയാണ് നമ്മുടെ സെക്യൂരിറ്റി ത്രെഡ്സുകളായിട്ട് വരുന്നത്. അതിൽ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് പറയുന്നത് നമ്മൾ ഐഡൻറ്റിറ്റി തെഫ്റ്റാണ്. നമുക്ക് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള, നമുക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഐഡൻറ്റിറ്റികളെല്ലാം നമ്മൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അത് മോഷ്ടിക്കപ്പെടുക, ആ ഒരു അവസ്ഥയെ, ആ ഒരു ഇൻ്റർനെറ്റിലുള്ള സെക്യൂരിറ്റി ത്രെഡ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ വരാം? നമ്മുടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട്, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് പാസ്വേഡുകൾ, അങ്ങനത്തെ എല്ലാ ഐഡൻറ്റിറ്റി തെഫ്റ്റുകളും നമ്മുടെ ഇതിൽ വരാം. പിന്നെ അതുപോലെ നമ്മുടെ പേഴ്സണൽ ID കാർഡുകൾ, ഇതെല്ലാം ഇതിൽ വരാം. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Identity theft is the crime of obtaining the personal or financial information of another person to use their identity to commit fraud. അതായത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രൈം ഓഫ് ഒബ്റ്റെയിനിങ് ദി പേഴ്സണൽ ഓർ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഒന്നുകിൽ അത് പേഴ്സണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആയിരിക്കാം. നമ്മുടെ ആധാർ റിലേറ്റഡ് എല്ലാം പേഴ്സണലാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡുകൾ എല്ലാം വരും. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, അഡ്രസ്സ്, നമ്മുടെ നെയിം, അതുപോലെ നമ്മുടെ ബയോമെട്രിക് ഡാറ്റ, അതെല്ലാം പേഴ്സണലിൽ വരും. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് വെച്ചിട്ട് ഡെബിറ്റ് കാർഡ് നമ്പർ, അതുപോലെ അതിൻ്റെ CVV നമ്പർ, OTP, ഇതെല്ലാം മോഷ്ടിക്കുന്നതിന് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ മറ്റൊരാളുടെ സമ്മതമില്ലാതെ അയാളുടെ പേഴ്സണൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മോഷ്ടിക്കുന്നതിനാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എന്താ പറയാം, അതൊരു ഫ്രോഡായിട്ടും നമുക്ക് പറയാം. ഇതൊരു ഫ്രോഡാണ്, സൈബർ ക്രൈമും കൂടിയുള്ളതാണ് ഈ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. സച്ച് ആസ് മേക്കിംഗ് അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ ഓർ പർച്ചേസസ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ കാർഡിൻ്റെ CVVയോ അല്ലെങ്കിൽ OTPയോ മോഷ്ടിച്ചിട്ട് നമ്മളറിയാതെ പർച്ചേസ് നടത്തുന്നതെല്ലാം ഐഡൻറ്റിറ്റി തെഫ്റ്റിൽ നമുക്ക് പറയാൻ സാധിക്കും. പല റീറ്റെയിൽ ഷോപ്പുകളിൽ നമ്മുടെ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എല്ലാം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻ എല്ലാം ചോർത്തി, നമ്മുടെ പാസ്വേഡ് എല്ലാം ചോർത്തിയിട്ട് നമ്മുടെ എല്ലാ ഇൻഫർമേഷനും അവർ മോഷ്ടിക്കുന്ന ഒരു സ്റ്റേജിനെയാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. Identity theft is committed in many different ways, and the end result is that victims are typically left with damage to their credit, financial and reputation. ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അത് മോഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവസാനം എന്തായിരിക്കും? നമ്മുടെ റെപ്യൂട്ടേഷനും അതുപോലെ ഫിനാൻസും എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് വിക്ടിംസിന് ഉണ്ടാവാറുള്ളത്. Identity theft occurs when someone steals your personal information such as your social security number, bank account number, credit card information, etc. അപ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? നമ്മുടെ ഈ പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം മോഷ്ടിക്കപ്പെടുമ്പോഴാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് ആയാലും എല്ലാം ഐഡൻറ്റിറ്റിയിൽ വരും. സച്ച് ആസ് യുവർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി, ഇൻഷുറൻസ്, അതുപോലത്തെ ഉള്ള നമ്മുടെ പെൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ എല്ലാ നമ്പറുകൾ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതുപോലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് നമ്പർ ഇൻഫർമേഷൻസ്, അതുപോലെ CVV, OTP എല്ലാം അതിൽ പെടും. ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഫാക്ടേഴ്സ് മെയിൻലി ഡൺ ദി ഫോളോയിങ് വേസ്. അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റീലിംഗ്, വാലറ്റ്, പേഴ്സ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺസ്, ചെക്സ്, അതുപോലത്തെ ഫിനാൻഷ്യലായിട്ട് നമ്മൾ പൈസ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളെല്ലാം അല്ലെങ്കിൽ ആ സോഴ്സസ് എല്ലാം മോഷ്ടിക്കപ്പെടുക, സ്റ്റീൽ ചെയ്യുക. ചെക്ക് മോഷ്ടിക്കുക, അതുപോലെ പേഴ്സ്, വാലറ്റ്, അത് വാലറ്റ് ആയാലും അതുപോലെ നമ്മുടെ ഫിസിക്കൽ വാലറ്റ് ആയാലും എല്ലാം മോഷ്ടിക്കുന്നത്. ഡംസ്റ്റർ ഡൈവിങ്, ടു ഫൈൻഡ് ഡിസ്കാർഡഡ് പേപ്പർ ഫയൽസ്, CDs, ഫ്ലോപ്പി ഡ്രൈവ്സ്, എക്സെട്ര. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉള്ള ഫയലുകൾ മോഷ്ടിക്കുക. ഫിഷിംഗ് ഓർ സ്പാം, ഫ്രോഡുലൻറ്റ് ഇമെയിൽസ്,
അതായത് ഫ്രോഡായിട്ടുള്ള ഇമെയിലുകൾ വിട്ടിട്ട് നമ്മുടെ മെയിലെല്ലാം ഡാറ്റ ചോർത്തുക. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഗെയിനിങ് കോൺഫിഡൻഷ്യൽ ഇൻ പേഴ്സൺ ഓർ ദി ഫോൺ, ഓൺലൈൻ, പോസ്റ്റൽ ഓർ മെയിൽ ത്രൂ ഇമെയിൽ ടു എക്സാക്ട് പേഴ്സണൽ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മുടെ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ കോളിലൂടെ എല്ലാം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ മാക്സിമം അവർ ചോദിച്ചറിയുക, അത് മോഷ്ടിക്കുക. അപ്പം ഇതിൽ പറയുന്നതെല്ലാമാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഫാക്ടേഴ്സ് ആയിട്ട് മെയിൻലി നമ്മൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പല റീസൺസൊക്കെ പറയുന്നത് ഈ രീതിയിലെല്ലാമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് സ്പാം എന്നുള്ളത്. രണ്ടാമത്തേതായിട്ട് സ്പാം എന്താണെന്നുള്ളതാണ്. സ്പാം ഈസ് എനി കൈൻഡ് ഓഫ് അൺവാണ്ടഡ് അൺസോളിസൈറ്റഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഓഫൺ ആൻ ഇമെയിൽ ദാറ്റ് ഗെറ്റ് സെൻഡ് ഔട്ട് ഇൻ ബൾക്ക്. സ്പാം എന്ന് പറയുന്നത് എനി കൈൻഡ് ഓഫ് അൺവാണ്ടഡ് അൺസോളിസൈറ്റഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. നമുക്കൊരാവശ്യം ഉണ്ടാവില്ല സ്പാം ഇമെയിലുകൾ കൊണ്ട്. കാരണം നമുക്കൊരു ഉപകാരം ഇല്ലാത്തൊരു മെയിലുകളായിരിക്കും. അത് ബൾക്കായിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, സെൻഡ് ചെയ്യപ്പെടുന്നത്. ഒരുപാട് ഇമെയിൽ അഡ്രസ്സ് എല്ലാം കളക്ട് ചെയ്യുകയും അതിലേക്കെല്ലാം ഈ ബൾക്കായിട്ടുള്ള ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് മെയിലുകൾ സെൻഡ് ചെയ്യുകയും ചെയ്യുന്ന അതിനെയാണ് സ്പാം മെസ്സേജസ് അല്ലെങ്കിൽ സ്പാം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഇമെയിലെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സ്പാം ഫോൾഡർ ഉണ്ടായിരിക്കും. ആ സ്പാം ഫോൾഡറിൽ ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പ്രൊമോഷണൽ ഇമെയിൽസും അതുപോലെ നമുക്കൊരാവശ്യമില്ലാത്ത ഇമെയിലുകളെല്ലാം കാണാൻ സാധിക്കും. സ്പാം ഈസ് എ ഹ്യൂജ് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ്. ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റിയുടെ അല്ലെങ്കിൽ പേഴ്സണൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സമയവും അതുപോലെ നമ്മുടെ ആവശ്യമുള്ള മെയിലുകൾ കാണാതിരിക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മെയിൽ നമ്മൾ ഇമെയിലുകളിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള മെയിലുകളെല്ലാം നഷ്ടപ്പെടുകയും അതുപോലെ ആവശ്യമില്ലാത്ത മെയിലുകൾ വന്ന് നമ്മുടെ ഇമെയിലിൽ നിറയുകയും എല്ലാം ചെയ്യുന്നത് സ്പാം ഒരു സെക്യൂരിറ്റി ത്രെറ്റ് തന്നെയാണ്. സ്പാം ഈസ് അൺസോളിസൈറ്റഡ് ബൾക്ക് മെസ്സേജസ് ദാറ്റ് ഈസ് മെസ്സേജ് സെൻഡ് ടു മൾട്ടിപ്പിൾ റെസിപ്പിയൻറ്റ് ഹു ഡിഡ് നോട്ട് ആസ്ക് ഫോർ ദം. നമ്മൾ ചോദിക്കാതെ തന്നെ ഒരുപാട് മെസ്സേജസ് നമ്മുടെ മെയിലിലേക്ക് വരുന്നതിനാണ് സ്പാം എന്ന് പറയുന്നത്. ഇത് ഹ്യൂജ് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പറയാം. ദി പ്രോബ്ലം കോസ്ഡ് ബൈ സ്പാം ആർ ഡ്യൂ ടു ദി കോമ്പിനേഷൻ ഓഫ് അൺസോളിസൈറ്റഡ് ആൻഡ് ബൾക്ക് ആസ്പെക്ട്സ്, ദി ക്വാണ്ടിറ്റി ഓഫ് അൺവാണ്ടഡ് മെസ്സേജസ് സ്വാംസ് മെസ്സേജസ് സിസ്റ്റം ആൻഡ് ഡ്രോൺ ഔട്ട് ദ മെസ്സേജ് ദാറ്റ് ആർ റെസിപ്പിയൻറ്റ് ഡു നോട്ട് വാണ്ട്. ഇതിലും പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് മെയിലുകൾ, അൺസോളിസൈറ്റഡ് ആയിട്ടുള്ള മെയിലുകൾ ബൾക്കായിട്ട് നമ്മുടെ മെയിലിലേക്ക് വരികയും അത് നമ്മുടെ മെസ്സേജിനെ എല്ലാം മറയ്ക്കുകയും എല്ലാം ചെയ്യുന്നതിനാണ് സ്പാം മെസ്സേജസ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് ടു അവോയ്ഡ് സ്പാം. ഇതിൽ കുറച്ച് മെത്തേഡുകൾ പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമില്ലാത്ത ഇമെയിൽ ഐ ഡികളെല്ലാം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ സിസ്റ്റം ഫിൽറ്റർ ചെയ്യുക, ലീഗൽ അപ്രോച്ചസ് എടുക്കുക, സെപ്പറേറ്റ് ഇമെയിൽ അക്കൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതൊന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ കോഷൻ വെൻ ഫിൽറ്ററിങ് ഔട്ട് ഓൺലൈൻ ഫോംസ് എല്ലാം നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പം നമ്മുടെ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുമ്പോഴെല്ലാമാണ് ഈ മെയിലിൽ നമ്മുടെ ഇമെയിൽ എല്ലാം പുറത്തുള്ളൊരു അതോറിറ്റിക്ക് പോകുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത മെയിൽ ഫോറംസിലെല്ലാം നമ്മൾ ഫോം ഫിൽ ചെയ്യാതിരിക്കുക. ഫയർവാൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു ആൻറ്റിവൈറസ് ഒക്കെ പോലത്തെ ഫയർവാൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. റെസ്പോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ള ഇതാണ്. അതെല്ലാം മെത്തേഡ്സാണ് പറഞ്ഞിരുന്നത്. പിന്നെ സുരക്ഷിതമായിട്ട് ലോഗിൻ ഇൻഫർമേഷൻസ് എല്ലാം സൂക്ഷിക്കുക. ഇതെല്ലാം സ്പാം മെസ്സേജസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സഹായിക്കും എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് കുക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ സെക്യൂരിറ്റി ത്രെറ്റ്. ഇതൊരു സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് എന്താ നോക്കാം. എ കുക്കി ഈസ് എ സ്മാൾ ടെക്സ്റ്റ് ഫയൽ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഓൺ യൂസേഴ്സ് വെബ് ബ്രൗസർ. നമ്മുടെ വെബ് ബ്രൗസറിൽ സൂക്ഷിക്കപ്പെടുന്ന ചെറിയ സ്മാൾ ടെക്സ്റ്റ് ഫയലാണ് കുക്കി എന്ന് പറയുന്നത്. കുക്കി മെയിൻലി സൂക്ഷിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ടെക്സ്റ്റ് രൂപത്തിൽ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയാണ് കുക്കി എന്ന് പറയുന്നത്. The browser may store it and send it back with the next request to the same server. The main purpose of cookie is to identify users and possibly prepare customized web pages or to save the site login information for the users. അപ്പോൾ കുക്കി എന്ത് ചെയ്യും, നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം ഓരോരോ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട്.
Cookie is set by request by web server, that is website, to a web browser such as Internet Explorer or Chrome. നമ്മുടെ ക്രോം സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് കുക്കി വർക്ക് ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് കാണാറില്ല കുക്കി ആക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. എ കുക്കി കണ്ടെയ്ൻ ഇൻഫർമേഷൻ ലിങ്ക്ഡ് ഫ്രം വെബ് ബ്രൗസർ ടു സ്പെസിഫിക് വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരുപാട് കുക്കീസ് വരുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് സ്പേസസ് ഇത് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. Cookies are text files with small pieces of data like a username and password that are used to identify your computer as you use the computer network. കുക്കി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഇത് ഇസ് എ സ്മോൾ പീസ് ഓഫ് ഡാറ്റ. ഓരോരോ ചെറിയ ചെറിയ പീസസ് ഓഫ് ഡാറ്റ ആയിട്ടാണ് ഇത് സൂക്ഷിക്കപ്പെടുന്നത്. ലൈക്ക് എ യൂസർ നെയിം ആൻഡ് പാസ്വേഡൊക്കെ പോലെ ചെറിയൊരു ഡാറ്റ ആയിട്ടാണ് ഇത് സൂക്ഷിക്കപ്പെടുന്നത്. ഓരോരോ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും എല്ലാം അത് കുക്കീസ് ആയിട്ട് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. സ്പെസിഫിക് കുക്കീസ് നോൺ ആസ് HTTP കുക്കീസ് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ സ്പെസിഫിക് യൂസേഴ്സ് ആൻഡ് ഇംപ്രൂവ് ദി വെബ് ബ്രൗസിംഗ് എക്സ്പീരിയൻസ്. HTTP കുക്കീസ് എല്ലാം ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ഏത് യൂസേഴ്സിനാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ വെബ് ബ്രൗസിങ് ഇനി ആ വെബ്സൈറ്റിലേക്ക് പെട്ടെന്ന് പോകുമ്പം അതിൽ ബ്രൗസിങ് എക്സ്പീരിയൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഡാറ്റ സ്റ്റോർഡ് ഇൻ എ കുക്കി ഈസ് ക്രിയേറ്റഡ് ബൈ എ സെർവർ അപ്പോൺ യുവർ കണക്ഷൻ. അപ്പോൾ നമ്മുടെ കണക്ഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്, കുക്കി രൂപത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ സെർവറിൽ. ദിസ് ഡാറ്റ ഈസ് ലാബിൾഡ് ബൈ ID with an ID unique to you and your computer. നമ്മുടെ ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മളൊരു പ്രത്യേക തരം യുണീക്ക് ID എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലായിരിക്കും അതെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. When the cookie is exchanged between your computer and the network server, the server read the ID and know what information you specifically serve to you. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു ഇതൊരു ID രൂപത്തിലായിരിക്കും സേവ് ചെയ്യപ്പെടുന്നത്. When the cookie is exchanged between your computer and network server, the server read the ID. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറും സെർവറും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുമ്പം ഈ കുക്കി ചെയ്യപ്പെട്ടിരുന്ന ID ആണ് അത് റീഡ് ചെയ്യുന്നത്. അതപ്പോൾ നമുക്ക് നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് സെൻഡ് ചെയ്തത്, എന്താണ് റിസീവ് ചെയ്തത് എന്നുള്ളതെല്ലാം ആ കുക്കിയുടെ ID അനുസരിച്ചിട്ടാണ് അവർ അല്ലെങ്കിൽ നമ്മൾ ഈ നെറ്റ്വർക്ക് ഡിസൈഡ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ആഡ്വെയർ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഇങ്ങനത്തെ അൺവാണ്ടഡ് ആഡ്സ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. നമ്മളെല്ലാം ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുമ്പം വാർണിംഗ്, അതുപോലെ ക്ലിക്ക് മീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും കുറച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആഡ്വെയറിനെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്ത പേപ്പർ ക്ലിക്കൊക്കെ പോലത്തെ ഉള്ള കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പം അതൊരു വലിയൊരു ശല്യമായിട്ട് നമുക്ക് മാറാറുണ്ട് ഇൻ്റർനെറ്റെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത്. അതിനാണ് ആഡ്വെയർ എന്ന് പറയുന്നത്. Adware is unwanted software designed to throw advertisement up on your screen, most often with a web browser. അപ്പോൾ ആഡ്വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അൺവാണ്ടഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ ടു ത്രോ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ആഡ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, ആവശ്യമില്ലാത്ത മെസ്സേജുകളെല്ലാം അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് എല്ലാം നമ്മുടെ മുന്നിലേക്ക് എറിയപ്പെടാൻ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. മോസ്റ്റ് ഓഫൺ വിത്ത് ദി വെബ് ബ്രൗസറിലൂടെയാണ് ഇതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബ്രൗസ് ചെയ്യാനും അതുപോലെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനൊന്നും സാധിക്കില്ല ഈ ആഡ്വെയറിൻ്റെ ശല്യം കൊണ്ട്. ആഡ്വെയർ ജനറേറ്റ് റവന്യൂ ഫോർ ഇറ്റ്സ് ഡെവലപ്പേഴ്സ് ബൈ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേയിങ് ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദി യൂസർ ഇൻ്റർഫേസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ഓർ ഓൺ എ സ്ക്രീൻ ദാറ്റ് പോപ്പ് അപ്പ് ഇൻ ഇറ്റ്സ് യൂസേഴ്സ് ഫേസ് ഡ്യൂറിങ് ദി ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ്. അപ്പോൾ നമ്മളിത് ഡിജിറ്റൽ മാർക്കറ്റിൽ പഠിച്ചിട്ടുണ്ട്. ആഡ്വെയർ എന്താ ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോരോ ആഡിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് അത് ഓരോരോ പേപ്പർ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റവന്യൂ എല്ലാം അതിൻ്റെ ഓണേഴ്സിന് പോകുന്നുണ്ട്, അഡ്വർടൈസിങ് ഓണേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അൺഇൻറ്റൻഷനലി ആണെങ്കിൽ പോലും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും ലീഡ്സ് അവർക്ക് അതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആഡ്വെയർ ഈസ് എ ഫോം ഓഫ് സ്പൈവെയർ that collect information about user in order to display advertisements in web browser based on the information it collect from users browsing pattern.
പാഡ്വെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് സ്പൈവെയർ തന്നെയാണ്. ദാറ്റ് കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് യൂസർ ഇൻ ഓർഡർ ടു ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്. നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആഡ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നു. അത് വെബ് ബ്രൗസറിൻ്റെ എല്ലാ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൗസിങ് പാറ്റേൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ആഡെല്ലാം നമ്മുടെ മുന്നിലേക്ക് ആവശ്യമില്ലാത്ത ആഡുകളെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നു. ആഡ്വെയർ ഈസ് എനി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ വിച്ച് അഡ്വർടൈസിങ് ബാനേഴ്സ് ആർ ഡിസ്പ്ലേഡ് വൈൽ പ്രോഗ്രാം ഈസ് റണ്ണിങ്. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിലെല്ലാം നമ്മുടെ ഏത് പർട്ടിക്കുലർ ഏരിയയിലാണ് നമുക്ക് താല്പര്യം അതിനനുസരിച്ചുള്ള ആഡുകൾ നമ്മുടെ മുന്നിലേക്ക് ഇത് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെയെല്ലാം നമുക്ക് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് സ്പൈവെയർ. വാട്ട് ഈസ് സ്പൈവെയർ എന്നുള്ളത് നമുക്ക് ഇനി നോക്കാം നെക്സ്റ്റ് ആയിട്ട്. അപ്പോൾ ആഡ്വെയർ ആദ്യം പറഞ്ഞു, ഇനി അടുത്തത് സ്പൈവെയർ. സ്പൈ മീൻസ് ചാരൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് സ്പൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചോർത്താൻ വേണ്ടിയിട്ടുള്ളൊരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് സ്പൈവെയർ എന്ന് പറയുന്നത്. സ്പൈവെയർ ഈസ് എ ടെക്നോളജി ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ വിത്തൗട്ട് ദെയർ നോളജ്. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളറിയാതെ നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം കമ്പ്യൂട്ടറിൽ നിന്ന് ചോർത്തുന്ന ഒരു ത്രെറ്റാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി കമ്പ്യൂട്ടർ usually without the knowledge of owner of the computer and passes the information across the internet to a third party location. നമ്മളറിയാതെ നമ്മുടെ ഇൻഫർമേഷൻ ചോർത്തിയിട്ട് അതൊരു തേർഡ് പാർട്ടി, അത് ആവശ്യമുള്ള ഒരു തേർഡ് പാർട്ടിക്ക് അത് കൈമാറി കൊടുക്കുന്നതാണ് സ്പൈവെയർ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത്. സ്പൈവെയർ ഈസ് എ ടൈപ്പ് ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ ഓർ മാൽവെയർ. അതൊരു മാൽവെയറിൻ്റെ ഒരു വേറെ പതിപ്പ് തന്നെയാണ് സ്പൈവെയർ, ആഡ്വെയർ എല്ലാം. that is installed in computing device without the end users knowledge. നമ്മുടെ നോളജ് ഇല്ലാതെ അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് തന്നെ. നമ്മൾ ഏതെങ്കിലും ഒരു അൺവാണ്ടഡ് സൈറ്റിലെല്ലാം പോകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അത് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതാണ്. അതിലൂടെ അത് എന്ത് ചെയ്യും, ആ സ്പൈ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറി നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം ചോർത്തും. ഇറ്റ് ഇൻവേർട്ട് ദി ഡിവൈസ്, സ്റ്റീൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് യൂസേജ് ഡാറ്റ ആൻഡ് റിലൈസ് ഇറ്റ് ടു അഡ്വർടൈസേഴ്സ്, ഡാറ്റ ഫേം ഓർ എക്സ്റ്റേണൽ യൂസേഴ്സ്. മെയിൻലി ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലൈൻ അഡ്വർടൈസേഴ്സ്, അതുപോലെ നമ്മുടെ ഡാറ്റയെല്ലാം കസ്റ്റമർ ഡാറ്റ, അതുപോലെയുള്ള ഡാറ്റകളെല്ലാം ഓരോരോ കസ്റ്റമേഴ്സിൻ്റെയും ഡാറ്റകളെല്ലാം ഈ അഡ്വർടൈസേഴ്സിനും അതുപോലെ മാർക്കറ്റിംഗ് ടീമുകൾക്കും പല എക്സ്റ്റേണൽ ഏജൻസികൾക്കെല്ലാം നമ്മുടെ ഡാറ്റ ചോർത്തി അവർ കൊടുക്കുന്നതാണ് സ്പൈവെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹു ഈസ് സ്പൈയിങ്? ആരൊക്കെ ആയിരിക്കും സ്പൈയിങ് നടത്തുന്നത്? ഓൺലൈൻ അറ്റാക്കേഴ്സ് നടത്തുന്നുണ്ടായിരിക്കും നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ സ്പൈ ചെയ്യുന്നുണ്ടാവും. അത് അവരുടെ പ്രൊഡക്റ്റ് എല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സർവേ നടത്താനും അതുപോലെ റിസർച്ച് എല്ലാം നടത്താൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ മോഷ്ടിക്കുന്നുണ്ടാവാം. പലരുടെയും കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഓൺലൈനിലൂടെ മോഷ്ടിക്കുന്നുണ്ടാവും. അത് മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. സ്പൈയിങ് ബൈ എ ട്രസ്റ്റഡ് ഇൻസൈഡർ. നമ്മുടെ വിശ്വാസമുള്ള അല്ലെങ്കിൽ വിശ്വസിക്കുന്ന എന്തെങ്കിലും ആളുകൾ വഴിയോ അതേപോലെ സോഫ്റ്റ്വെയർ വഴിയോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സ്പൈ നടക്കുന്നുണ്ടാവാം. നെക്സ്റ്റ് വരുന്നത് മാൽവെയർ. ഈ സ്പൈവെയറും ഹാർഡ്വെയർ എല്ലാം മാൽവെയറിൽ പെടുന്ന ഒരു ഇതാണ്. മാൽവെയർ എന്താണെന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. മാൽവെയർ ഈസ് ഷോർട്ട് ഫോം ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ. മലീഷ്യസ് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയുന്നത്. ആൻഡ് it is typically used as a term refer to any software designed to cause damage to a single computer server or computer network. Malware എന്ന് പറയുന്നത് malicious softwareനെയാണ് malware എന്ന് പറയുന്നത്. It is typically used in the term refer any software designed to cause damage single computer server or a network. ഒരു കമ്പ്യൂട്ടറിനെയോ നെറ്റ്വർക്കിനെയോ ഒരു സെർവറിനെയോ നശിപ്പിക്കാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് മാൽവെയർ എന്ന് പറയുന്നത്. ദസ് മാൽവെയർ ഈസ് എനി പ്രോഗ്രാം ഓർ ഫയൽ ദാറ്റ് ഈസ് ഹാംഫുൾ ടു എ കമ്പ്യൂട്ടർ യൂസർ. അപ്പോൾ മാൽവെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എനി പ്രോഗ്രാം, എന്ത് പ്രോഗ്രാം ആയാലും ഒരു ഫയലുകളായാലും അത് കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളെയോ ഹാംഫുള്ളായിട്ട് ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. മാൽവെയർ ഇൻക്ലൂഡ് കമ്പ്യൂട്ടർ വൈറസ്, വേംസ്, ട്രോജൻ ഹോഴ്സസ് ആൻഡ് ഓൾസോ സ്പൈവെയർ പ്രോഗ്രാമിംഗ് ദാറ്റ് ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് കമ്പ്യൂട്ടർ യൂസർ വിത്തൗട്ട് പെർമിഷൻ. അപ്പോൾ മാൽവെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വൈറസുകൾ പെടാം, അതുപോലെ വേംസ് പെടാം, ട്രോജൻ ഹോഴ്സസ് പെടാം,
സ്പൈവെയർ ആയാലും പല പ്രോഗ്രാമിംഗ് ഹാക്കിംഗ് സോഫ്റ്റ്വെയറോ അതുപോലെ എന്തോ ആപ്ലിക്കേഷനുകളായാലും നമ്മുടെ ഒരു ഓണറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഡാറ്റ മോഷ്ടിക്കുകയും അത് മറ്റൊരാൾക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ഇതെല്ലാം ചെയ്യുന്നത്. മാൽവെയർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ് വിത്ത് മലീഷ്യസ് ഇൻറ്റൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ദുരുദ്ദേശപരമായിട്ടായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മുടെ ആവശ്യമനുസരിച്ചാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. മെയിൻലി 3 എണ്ണം ഉള്ളത്. അതുപോലെ വൈറസ്, വേം, ട്രോജൻ ഹോഴ്സസ് ആണ് മലീഷ്യസ് സോഫ്റ്റ്വെയർസിൽ വരുന്ന മെയിനായിട്ട് 3 ത്രെഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഷിംഗ് എന്താണെന്ന് നോക്കാം. എന്താണ് ഫിഷിംഗ്? അപ്പം എന്തോ ഒരു മോഷണമാണ് ഫിഷിംഗ് എന്ന് പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഫിഷിംഗ് ഈസ് എ സൈബർ ക്രൈം ഇൻ വിച്ച് എ ടാർജറ്റ് ആർ contacted by email, telephone or text message by someone posing as legitimate institution to lure individuals to providing sensitive data such as personally identifiable information, banking, credit card details and password. The information is used to access important account and can result ഇൻ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ ലോസ്. ഫിഷിംഗ് എന്ന് പറയുന്നതും ഒരു സൈബർ ക്രൈമാണ്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്തിട്ടോ ഫോൺ വഴി ടെക്സ്റ്റ് മെസ്സേജ് വഴി കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഡാറ്റയോ അതുപോലെ ഫിനാൻഷ്യൽ ലോസോ സംഭവിക്കാൻ സാധ്യതയുള്ളതായിരിക്കും ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിലൂടെ നമുക്ക് മെയിൻലി സംഭവിക്കുന്നത് ഫിനാൻഷ്യൽ ലോസും നമ്മുടെ പേഴ്സണൽ ഡാറ്റയുടെ മോഷണവും ആയിരിക്കും. ഫിഷിംഗ് ഈസ് a way of fraudulently acquiring sensitive information using social engineering and technical subterfuge. അപ്പം ഫിഷിംഗ് എന്ന് പറയുന്നത് അതൊരു ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റിയാണ്. ഇറ്റ് ഈസ് എ സൈബർ ക്രൈം. ഫിഷിംഗ് എന്ന് പറയുന്നത് സൈബർ ക്രൈമാണ്. അതിലൂടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് മോഷ്ടിക്കാനാണ് ഇത് ഫിഷിംഗ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ട്രൈ ടു ട്രിക്ക് യൂസേഴ്സ് വിത്ത് ഒഫീഷ്യൽ ലുക്കിംഗ് മെസ്സേജസ്, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് അക്കൗണ്ട്, eBay, പേപാൽ അതുപോലത്തെ നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് മൊത്തം മോഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മെയിൻലി ഫിഷിംഗ് നടത്തുന്നത്. സം ഫിഷിംഗ് ഇമെയിൽ ഓൾസോ കണ്ടെയ്ൻ മലീഷ്യസ് ഓർ അൺവാണ്ടഡ് സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ട്രേസ് യുവർ ആക്ടിവിറ്റീസ് ഓർ സ്ലോ യുവർ കമ്പ്യൂട്ടർ. ചില ഫിഷിംഗ് ഇമെയിൽ വഴിയും ഫിഷിംഗ് നടക്കാം. അപ്പോൾ ഇമെയിൽ വഴി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അൺവാണ്ടഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ ഡാറ്റാസ് മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എങ്ങനെയൊക്കെ നമുക്ക് ഫിഷിംഗ് തടയാൻ പറ്റും? ആവശ്യമില്ലാത്ത ട്രസ്റ്റ് വർത്തി അല്ലാത്ത ലിങ്കുകളെല്ലാം നമ്മൾ ടച്ച് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പോവാതിരിക്കുക. അതുപോലെ നെവർ സെൻഡ് സെൻസിറ്റീവ് അക്കൗണ്ട് ഇൻഫർമേഷൻ ബൈ ഇമെയിൽ. നമ്മുടെ പേഴ്സണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒന്നും ഇമെയിൽ വഴിയൊന്നും നമ്മൾ സെൻഡ് ചെയ്യാതിരിക്കുക. പാസ്വേഡ് ആർക്കും കൊടുക്കാതിരിക്കുക. അതുപോലെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പേഴ്സൺ കറക്റ്റ് അതിൻ്റെ ഓതറൈസ്ഡ് ആളാണോ എന്നുള്ളത് കാര്യം ചെക്ക് ചെയ്യുക. ഇതെല്ലാമാണ് നമ്മൾ ഫിഷിംഗ് തടയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർനെറ്റ് ഹവോക്സ്. Internet havocs are stories that spread through the internet, often through email, forums, and blogs, or showing images that are untrue or alterations of the truth. അപ്പം ഇൻ്റർനെറ്റ് ഹവോക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റോറി സ്പ്രെഡ് ത്രൂ ദി ഇൻ്റർനെറ്റ് ഓർ ഓഫൺ ഇമെയിൽ ഓർ ഫോറംസ് ബ്ലോഗ്സ് എക്സെട്ര. അപ്പം ഇൻ്റർനെറ്റ് ഹവോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റോറി സ്പ്രെഡ് ത്രൂ. എന്തെങ്കിലും ഗോസിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് എന്തിനെങ്കിലും ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് ഇൻ്റർനെറ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയാണ് ഇൻ്റർനെറ്റ് ഹാവോക്സ് എന്ന് പറയുന്നത്. അതൊന്നുകിൽ ഫോറംസ് വഴിയായിരിക്കും, ഇമെയിൽ വഴിയായിരിക്കും, ബ്ലോഗ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഇമേജസ് ആയിരിക്കും. പക്ഷെ അത് ഒരിക്കലും ട്രൂ ആയിരിക്കില്ല. ഇറ്റ് ഈസ് അൺട്രൂ ഓർ ഓൾട്ടറേഷൻ ഓഫ് ട്രൂത്ത്, അല്ലെങ്കിൽ ട്രൂത്ത് ഫേക്ക് ആക്കി ഡീറ്റെയിൽസ് ആക്കിയിട്ട് അത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. These types of hoax can be merely innocent stories spread in order to play on people's inherent willingness to believe when presented in a realistic way, or can be more malicious effect to crash servers and spread viruses. അപ്പം ഇങ്ങനത്തെ പല മെസ്സേജുകളും ഒന്നെങ്കിൽ വൈറസ് സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ശരിയായ ഇൻഫർമേഷൻസിനെ തെറ്റിദ്ധരിപ്പിക്കാനോ അത്
ഓൾട്ടർ ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നത് ഇതിനെല്ലാം വേണ്ടിയിട്ടായിരിക്കും. ഒന്നുകിൽ അതിലൂടെ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് വൈറസിനെ കടത്തിവിട്ട് നമ്മുടെ ഡാറ്റ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ഇൻറ്റൻഷ്യലി ഫേക്ക് ഡാറ്റ സ്പ്രെഡ് ചെയ്യാനോ ഉള്ളതായിരിക്കും ഇൻ്റർനെറ്റ് ഹവോക്സ് എന്ന് പറഞ്ഞത്. എ ഹവോക്സ് ഈസ് യൂഷ്വലി ആൻ ഇമെയിൽ ദാറ്റ് റിസീവ് വിത്ത് supposedly very important message urging to pass this information to as many people as possible to make them aware of this information. അപ്പോൾ ഇൻ്റർനെറ്റ് ഹവോക്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പോകുന്നത് ഇമെയിൽ വഴിയൊക്കെയാണ്. അപ്പോൾ അത് മാക്സിമം ആളിലേക്ക് അൺട്രൂ ആയിട്ടുള്ള ഇൻഫർമേഷൻ എത്തിച്ച് അവരെ വിശ്വസിപ്പിക്കാനെല്ലാമാണ് ഇൻ്റർനെറ്റ് ഹവോക്സ് ശ്രമിക്കുന്നത്. However, the message is bogus and passing it on it will nothing else but create unnecessary junk email messages. The only purpose of hoax is waste time and make participate in general junk internet traffic. ഇതിൻ്റെയൊക്കെല്ലാം മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സമയം, ഓരോരോ ഓർഗനൈസേഷൻ്റെ എല്ലാം സമയം വെറുതെ കളയാനും അതുപോലെ നമ്മുടെ ഇൻ്റർനെറ്റ് ട്രാഫിക് കൂട്ടാനും അപ്പോൾ സ്ലോ ആവാനും എല്ലാം സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് ഇതിൻ്റെ ഉദ്ദേശം. നെക്സ്റ്റ് വരുന്ന അവസാനത്തേതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടായിരിക്കും വേർഡ്. ഹാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കടന്നു ചെന്ന് ലൂപ്പ് ഹോൾസ് എല്ലാം വഴി കടന്നു ചെന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ മൊത്തം ഡാറ്റ അടിച്ചു കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കി മാറ്റുന്നതെല്ലാമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. എന്താ നോക്കാം. Hacking refer to activities that seek to compromise digital devices such as computer, smartphone, tablet and even entire networks. അപ്പോൾ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് റെഫർ ടു ദി ആക്ടിവിറ്റീസ് ദാറ്റ് സീക്ക് ടു കോംപ്രമൈസ് ഡിജിറ്റൽ ഡിവൈസ്. അപ്പോൾ കമ്പ്യൂട്ടർ വഴിയോ സ്മാർട്ട് ഫോൺ വഴിയോ ടാബ്ലറ്റ് അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ നെറ്റ്വർക്ക് ഇതെല്ലാമാണ് ഹാക്ക് ചെയ്യാൻ മെയിൻലി ശ്രമിക്കുന്നത്. Hacking is an attempt to exploit a computer system or private network inside a computer. അപ്പോൾ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ടു എക്സ്പ്ലോയിറ്റ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹാക്കിംഗ് മെയിൻലി നടക്കുന്നത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ആയാലും അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇതെല്ലാം ഹാക്കിങ്ങിൽ പെടും. സിംപ്ലി പുട്ട് ഇറ്റ് ഈസ് അൺഓതറൈസ്ഡ് ആക്സസ് ടു ഓർ കൺട്രോൾ ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റം ഓർ സം ഇല്ലിസിറ്റ് പർപ്പസ്. ഒന്നെങ്കിൽ നമ്മുടെ അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ കയറി ചെന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ മോഷ്ടിക്കുകയും അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലാക്കുകയും മൊത്തം ഡാറ്റകൾ നശിപ്പിക്കുകയും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാക്കിംഗ് നടത്തുന്നത്. മെയിൻലി ഇവിടെ ഡാറ്റ മോഷണം തന്നെയാണ് നടക്കുന്നത്. അതുപോലെ ഡാറ്റ ഡിലീറ്റ് ചെയ്യപ്പെടുക, അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഹാക്കിംഗ്, ഏതൊക്കെ ടൈപ്പാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്? വെബ്സൈറ്റ് ഹാക്ക് ചെയ്യും. നമ്മുടെ പല വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തിട്ടെല്ലാം അതിൻ്റെ പല പോസ്റ്ററെല്ലാം വെക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യും. നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഹാക്ക് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് എല്ലാം വേറെ വഴി തിരിച്ചു വിട്ടിട്ട് ഇൻഫർമേഷൻസ് എല്ലാം മോഷ്ടിക്കുകയും അത് പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്താതിരിക്കുകയും എല്ലാം ചെയ്യുന്നത് നെറ്റ്വർക്ക് ഹാക്കിംഗ് ആണ്. ഇമെയിൽ ഹാക്കിംഗ്, ഇമെയിൽ പാസ്വേഡ്സ് അല്ലെങ്കിൽ ഇമെയിൽ ഡാറ്റ എല്ലാം ചോർത്തുന്നതാണ് ഇമെയിൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിയമവിരുദ്ധമല്ല. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ലൂപ്പ് ഹോൾസ് വഴി ഹാക്കിംഗ് നടത്താൻ സാധ്യത ഉള്ളത് കണ്ടുപിടിച്ചിട്ട് അതത് ഓർഗനൈസേഷനെ അറിയിക്കുന്നതാണ്. അതിപ്പോൾ അതിലൂടെ അവരെ ഒരിക്കലും ഒരു ഓർഗനൈസേഷൻ ഹാംഫുള്ളായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഓർഗനൈസേഷൻ്റെ ഹാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു, അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഇങ്ങനെ കുറച്ച് ലൂപ്പ് ഹോൾസ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ്. നമ്മുടെ ഗൂഗിൾ അതുപോലെ യാഹു ഇവരെല്ലാം എത്തിക്കൽ ഹാക്കേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കാരണം അവരുടെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തുന്നവർക്കെല്ലാം പാരിതോഷികം പ്രഖ്യാപിക്കാറെല്ലാമുണ്ട്. അത് എത്തിക്കൽ ഹാക്കിംഗ് ആണ്, അത് ഇല്ലീഗലല്ല. ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇല്ലീഗലാണ്, പക്ഷേ എത്തിക്കൽ ഹാക്കിംഗ് ഇല്ലീഗലല്ല. അതുപോലെ പാസ്വേഡ് ഹാക്കിംഗ്, അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മുടെ പാസ്വേഡ് എല്ലാം മോഷ്ടിക്കുക, അതെല്ലാമാണ് ഹാക്കിങ്ങിൽ വരുന്ന ടൈപ്സ്. അപ്പോൾ ഇത് ഹാക്കിംഗ് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സെക്യൂരിറ്റി എല്ലാം ചെക്ക് ചെയ്യണം. സിസ്റ്റത്തിന് എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അതുപോലെ ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻഡർക്കും റിസീവർക്കും മാത്രമേ നമുക്ക് അത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളുടെ നമുക്ക് ഹാക്കിങ്ങിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാവുന്നതാണ്.
പിന്നെ അവസാനമായിട്ട് വരുന്ന ഒന്നും കൂടിയുണ്ട്, ട്രോജൻ ഹോഴ്സ് വൈറസ് എന്ന് പറഞ്ഞിട്ട്. ട്രോജൻ ഹോഴ്സ് വൈറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് മെത്തഡോളജി എന്ന് വന്നിരിക്കുന്ന ഒരു വേർഡാണ്. ഇറ്റ് ഈസ് എ ഗ്രീക്ക് മെത്തഡോളജി ആൻഡ് റെഫർ ടു ദി വുഡൻ ഹോഴ്സ് ദാറ്റ് ഇറ്റ് ഗ്രീക്ക് യൂസ് ടു സ്നീക്ക് ഇൻ ടു ദി സിറ്റി ഓഫ് ട്രോയ് ആൻഡ് കോൺകർ. അപ്പോൾ ഇവിടെ പറയുന്നത് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് ഇതൊരു ഗ്രീക്ക് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു വുഡൻ ഹോഴ്സിനാണ് നമ്മുടെ ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രോജൻ ഹോഴ്സ് അതിൻ്റെ പേര് മാത്രമാണ്. ഇത് മെയിൻലി വരുന്നത് എന്താണെന്ന് നോക്കാം. ഇതിൽ ട്രോജൻ ഹോഴ്സ് എന്താണെന്ന് നോക്കാം. എ ട്രോജൻ ഹോഴ്സ് ഓർ ട്രോജൻ ഈസ് എ ടൈപ്പ് ഓഫ് മലീഷ്യസ് കോഡ് ഓർ സോഫ്റ്റ്വെയർ ദാറ്റ് ലുക്ക് ലെജിറ്റിമേറ്റ് ബട്ട് ക്യാൻ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ കമ്പ്യൂട്ടർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ വൈറസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നമ്മുടെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലെജിറ്റിമേറ്റ് ബട്ട് ക്യാൻ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടർ മൊത്തം കൺട്രോൾ ചെയ്യാൻ ഈ ട്രോജൻ ഹോഴ്സിന് സാധിക്കും. എ ട്രോജൻ ഹോഴ്സ് ഈസ് ഡിസൈൻ ടു ഡാമേജ്, ഡിസ്ട്രപ്റ്റ് ഓർ സ്റ്റീൽ or in general inflict some of the harmful action on your data or network. അപ്പോൾ ട്രോജൻ ഹോഴ്സ് ഇവിടെ ട്രോജൻ ഹോഴ്സിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മൊത്തം ഡാമേജോ അതുപോലെ ഡിസ്ട്രപ്റ്റ് ചെയ്യുകയോ സ്റ്റീൽ ചെയ്യുകയോ അതുപോലെ നമ്മുടെ ഡാറ്റകൾ മോഷ്ടിക്കുകയോ ചെയ്യപ്പെടുന്നതാണ്. എ ട്രോജൻ ആക്ട് ലൈക്ക് എ ബോണഫൈഡ് ആപ്ലിക്കേഷൻ ഓർ ഫയൽ ടു ട്രിക്ക് യു. അപ്പോൾ ട്രോജൻ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ മൊത്തം ട്രോജൻ ഹോഴ്സ് വൈറസിൻ്റെ കയ്യിലാകുകയും ഫുൾ കൺട്രോൾ അതിൻ്റെ കയ്യിലാകുകയും നമ്മുടെ ഡാറ്റകളെല്ലാം മോഷ്ടിക്കുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യും. It is seek to deceive you into loading and execution malware on your device. Once installed, Trojan can perform the action it was designed for. അപ്പം ഒരു പ്രാവശ്യം നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ട്രോജൻ വിചാരിക്കുന്ന പോലെ ഏത് രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഹാക്കിംഗ്, ആ രീതിയിൽ അതിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ കയ്യിലായിരിക്കില്ല അതിൻ്റെ കൺട്രോളിങ് എല്ലാം. ട്രോജൻ ഹോഴ്സ് എല്ലാ കാര്യങ്ങളും അതിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറെല്ലാം കൺട്രോൾ ചെയ്യും. വൺസ് ആക്ടിവേറ്റഡ്, നമ്മുടെ ട്രോജൻ ഹോഴ്സ് അത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രോജൻ ഹോഴ്സ് ക്യാൻ എനേബിൾ സൈബർ ക്രിമിനൽസ് ടു സ്പൈ, സ്റ്റീൽ സെൻസിറ്റീവ് ഡാറ്റ, ഗെയിൻ ബാക്ക്ഡോർ ആക്സസ് എക്സെട്ര. അപ്പോൾ ട്രോജൻ ഹോഴ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈബർ ക്രിമിനൽസിൽ നമ്മുടെ ഡാറ്റ മോഷ്ടിക്കാനും അതുപോലെ ബാക്ക്ഡോറിലൂടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തിപ്പെടാനും ഡാറ്റയെല്ലാം നശിപ്പിക്കപ്പെടാനെല്ലാം സാധിക്കും. These actions include deleting data, blocking data, modifying data, copying data and disturbing computer performance. അപ്പം ഈ ആക്ടിവിറ്റിയിലൂടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും, മോഡിഫൈ ചെയ്യാൻ സാധിക്കും, കോപ്പി ചെയ്യാൻ സാധിക്കും, അതുപോലെ ഡിസ്റ്റർബ് ചെയ്യാൻ, കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് ഡിസ്റ്റർബ് ചെയ്യാനെല്ലാം ട്രോജൻ ഹോഴ്സ് വൈറസിന് സാധിക്കും. അതിലൂടെ സൈബർ ക്രിമിനൽസിന് നമ്മുടെ ഡാറ്റ മോഷ്ടിക്കാനും ഡിലീറ്റ് ചെയ്യാനും അത് നശിപ്പിക്കാനും എല്ലാം സാധിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ സെക്യൂരിറ്റി ത്രെറ്റുകളെ കുറിച്ച് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ മോഷ്ടിക്കാനും അത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ട്രാഫിക് കൂട്ടാനും അതുപോലെ നമ്മുടെ ഡാറ്റകൾ നമ്മുടെ അനുമതിയില്ലാതെ തന്നെ മറ്റൊരാളിലേക്ക് മോഷ്ടിക്കപ്പെടാനെല്ലാം സാധിക്കുന്ന പല ടൈപ്പ് വൈറസുകളാണ്. ഓക്കെ, താങ്ക് യു.